പുതുപ്പള്ളി പഞ്ചായത്തിലെ ഒരു വഴി കൂടെ പോകാൻ മേലാത്ത അവസ്ഥയാണ്. അത് ജലജീവന്റെ ആ പൈപ്പിന്റെ പണിയാണ് ഏറ്റവും വലിയ പ്രശ്നമായത്. അപ്പൊ അതിന്റെ പണി ഏറെക്കുറെ പൂർത്തിയാകാൻ പോവുക. ഇത് റീസ്റ്റോർ ചെയ്യുകയോ ഇല്ല എന്നുള്ളതൊന്നും നമുക്ക് അറിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, അതല്ല ഈ വെച്ച് എന്ന് ചെയ്യാന്ന് പറയുന്നല്ലാതെ ഇന്ന് വരെ എന്തെങ്കിലും പണി പൂർത്തിയാകുന്നുണ്ടോ? ഇല്ല ഇല്ല. സ്കൂട്ടറുണ്ട്, കാറുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഈ സംഗതിക്ക് ഒരു കാരണം ഈ പഞ്ചായത്ത് ഇതെല്ലാം റീസ്റ്റോർ ചെയ്യേണ്ടത്. പക്ഷെ പഞ്ചായത്തിനെ കൊണ്ട് നടക്കത്തില്ല. അത് പൈസ ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഈ ഫണ്ടിന്റെ കേസ് ഇവർ എന്തുകൊണ്ട് പോകുന്നില്ല? അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് കിടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അതെന്താണ് ഈഗോ അല്ലേ? അത് ഈഗോയാണ് കാണിക്കുന്നത്. നമ്മൾ ചോദിക്കേണ്ട കാര്യം പറയേണ്ട കാര്യം പറയട്ടെ. എന്നുവെച്ചാൽ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് പറഞ്ഞാൽ നമുക്ക് അല്ലാതെ രാഷ്ട്രീയം അല്ലെന്നോ, ജനങ്ങളുടെ ആവശ്യം നടക്കണ്ടേ? ജനങ്ങൾക്ക് ഇത് കണ്ടില്ലേ, ഈ ഇതിന്റെ വാതിൽ, ഈ അമ്പലത്തിന്റെ വാതിൽ കിടക്കാൻ വേണ്ടിയിട്ട് എത്ര അമ്പലത്തിന്റെ വാതിൽ തന്നെ പോട്ടെ, അമ്പലത്തിന്റെ വാതിൽ വേണ്ട. അത് ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് വലത്തോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ പഞ്ചായത്തിന്റെ അതിൽ അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. വേണ്ട, അതിൽ കയറി പോകാൻ പറ്റുമോ? ഒരു വഴിയും പോകാൻ പറ്റില്ല. ഒരു വഴിയും പോകാൻ പറ്റില്ല. അപ്പൊ ഈ വഴി കിടക്കുന്ന ഉണ്ടല്ലേ, മിക്ക ദിവസവും അപകടമാണ്. അത്രയും കൊണ്ട് മണൽ അവിടെ ഇറക്കിയിട്ട് പോയതാണ്. മഴ ഇട്ടിട്ട് പോയതാ. ഒന്നുകൂടി കുഴിയായത്. ചെറിയ കുഴിയായിരുന്നു, ഇത് വലുതായത്, പെട്ടെന്ന് വലുതായത്. അതെ. സാറേ, അവിടുന്ന് വണ്ടി സ്വല്പം ഒന്ന് മാറ്റിയിടിക്കോ? എന്നാറേ, ഇവിടെ ഇത് കണ്ടോ, ഇത് കിടക്കുന്നതുകൊണ്ട് ഇപ്പം മിക്കപ്പോഴും എവിടെയാ? കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി മണർകാട് ബൈപ്പാസ് റോഡിലാണ്. ഇവിടെ പുതുപ്പള്ളി കവലയ്ക്ക് സമീപമുള്ള തൃക്കേ അമ്പലത്തിന്റെ വാതിക്കൽ കുറച്ച് കുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ആ കുഴി എന്ന് പറഞ്ഞാൽ നിരവധി അപകടങ്ങൾ ഓരോ ദിവസം ഉണ്ടാകുന്നുണ്ട്. അധികാരികൾ എത്രയും പെട്ടെന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ കാഴ്ച ഒന്ന് കാണുക. പുതുപ്പള്ളി കവലയിൽ നിന്ന് പുതുപ്പള്ളി പള്ളിയുടെ അങ്ങോട്ട് പോകുന്ന റോഡാണ്. ദിവസേന ആയിരക്കണക്കിന്, ഇത് പുതുപ്പള്ളി മണർകാട് ബൈപ്പാസാണ്, തെങ്ങണയിൽ നിന്ന് ആരംഭിച്ച ബൈപ്പാസാണ്. പുതുപ്പള്ളി പള്ളിയുടെ മുന്നിൽ കൂടെയുള്ള റോഡാണ്. നിങ്ങൾക്കറിയാം, ഞാജാവഴി ആ പ്രദേശങ്ങളിലുള്ള ആൾക്കാർ മുഴുവൻ വരുന്നതാണ്. ഇവിടെ മിക്ക ദിവസവും ഞാനവിടെ നിന്നപ്പോഴത്തേന് അതിൻ്റെ തൊട്ട് വാതിക്കത്തെ കിടക്കാൻ എന്നോട് പറഞ്ഞ് മിക്ക ദിവസവും ഇവിടെ അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഈ കുഴി കട്ടർ ഒഴിവാക്കാൻ വേണ്ടി ടൂ വീലറുകാർ വെട്ടിക്കുന്ന സമയത്താണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. കാരണം ഇതുപോലെ ആദ്യം ചെറിയ കുഴികളായിരുന്നു, അത് ഇപ്പോൾ ഈ മഴക്കാലം വന്നപ്പോഴത്തേനാണ് ഇത്രയ്ക്കും റോഡ് മോശമായത്. പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി വരുന്ന വഴിയും കൂടെയാണ്. തൊട്ട് വാതിക്കൽ ക്ഷേത്രത്തിലേക്ക് പോകാൻ വരുന്നവരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. കാരണം ആ സമയത്തെല്ലാം ഇവിടെ ബ്ലോക്കാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് അധികാരികൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. കൂടുതൽ ഈ റോഡ് വഴി കണ്ടില്ല, ഭാരവണ്ടികളൊക്കെയാണ് കൂടുതൽ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മുടെ റോഡുകളൊന്നും നിൽക്കാത്തതിൻ്റെ കാര്യം, പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ തന്നെയാണ്. 20 ടണ്ണ് വഹിക്കാൻ കപ്പാസിറ്റി ഉള്ള വാഹനത്തിൽ 40 ടണ്ണാണ്. അതൊന്നും അധികാരികൾ കാണത്തില്ല. ചെറിയ വാഹനങ്ങളാണ് കൂടുതൽ അമിത ലോഡെന്നും പറഞ്ഞ് പിടിക്കുകയും പെറ്റിയടിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതുപോലെ ഇവിടുന്ന് പുതുപ്പള്ളി പള്ളി വരെ പോകുന്നിടത്ത് ധാരാളം കുഴികളുണ്ട്. നമുക്ക് അതിൻ്റെ കാഴ്ചയും കൂടെ ഒന്ന് കാണാം. അതുപോലെ ഇവിടുന്ന് നേരെ പുതുപ്പള്ളി പള്ളിയുടെ അങ്ങോട്ട് പോകുന്നിടത്ത് ധാരാളം കുഴികളുണ്ട് റോഡിൽ. നമുക്ക് അവിടെയും കൂടെ ഒന്ന് കാണാം. എന്താ ബസ്സൊക്കെ ഇങ്ങനെ സൈഡ് കയറുന്ന കൺട്രോൾ ഒഴിവാക്കി കയറി വരുന്നത്. അതുതന്നെ വലിയ അപകടങ്ങളുണ്ടാകും. അതുപോലെ ഇവിടുന്ന് പോകുന്നിടത്തെല്ലാം വലിയ വലിയ കുഴികളാണ്. ചെറിയ നമുക്ക് റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോഴത്തേനും അറിയാം, തിര പോലെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എല്ലാം കുഴികളാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു ബൈപ്പാസാണ്. ഈ കുട്ടഞ്ചിറപ്പടി ഭാഗത്ത് ഇവിടെ മുഴുവൻ താർന്ന് കിടക്കുകയാണ്. അതുപോലെ ഇത് ജോർജിയൻ സ്കൂളിൻ്റെ വാതിലാണ്. ഇവിടെ മിക്കപ്പോഴും ഇത് കണ്ടോ, നിങ്ങൾക്ക് കാണാം ഇവിടെ കുഴിയാണ്. അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്തൊരു വലിയ കുഴിയുണ്ടായിരുന്നു. അത് ഈ ഗവർണർ വന്നപ്പോഴത്തേനും ഇത് മെയിൻ്റെനൻസ് ചെയ്തതാണ്. അതുപോലെ ഇനിയുള്ള കുഴി എന്ന് പറയുന്നത് നമ്മുടെ ഈ പാലത്തിലോട്ട് കയറുന്നിടത്താണ്. അത് നിരവധി ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ പാലത്തിലൊഴുകിയിട്ട് കയറുമ്പോൾ ശ്രദ്ധിക്കത്തില്ല. അത് നമുക്ക് കയറി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേനാണ് ഇത് പെട്ടെന്നുണ്ട് വലിയൊരു കുഴിക്കകത്തോട്ടങ്ങ് ചാടും, വണ്ടി മറിയും, എതിരെ വരുന്ന വണ്ടി തട്ടുകയും ചെയ്യും. ഇവിടെ മിക്കപ്പോഴും അപകടം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതും കൂടെ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഇതും കൂടെ ഒന്ന് മൂടുക. ഇതിവിടെ നല്ല രീതിയിൽ ചെയ്തെങ്കിലേ ഉള്ളൂ. അതുപോലെ പാലത്തിലേക്ക് അപ്പുറത്തുനിന്ന് കയറുന്ന വഴി, ഇവിടുന്ന് കയറുന്ന വഴിയും ഇതുപോലെ തന്നെയാണ്. നമ്മുടെ അങ്ങോട്ട് കയറി ചെന്ന് കഴിയുമ്പോഴത്തേനെ കാണത്തുള്ളൂ. അതുപോലെ ഒരു വലിയ അവിടുത്തെ റോഡ് രണ്ട് സൈഡും ഇരുത്തിയതാണ്. അപ്പോൾ ഈ പാലത്തിലെ പ്രധാനപ്പെട്ട കുഴിയാണിത്. ഇവിടെ മിക്കപ്പോഴും കൂടുതൽ സ്ത്രീകളൊക്കെ സ്കൂട്ടറൊക്കെ ആയിട്ട് വരുന്ന സമയത്താണ് പെട്ടെന്ന് ഇതിലേക്ക് ചാടും, ബാലൻസ് പോവുകയും തൊട്ട് വരുന്ന വാഹനം തട്ടുകയൊക്കെ ചെയ്യുന്നു. പള്ളിയുടെ വാതിലും കൂടെയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് പെട്ടെന്ന് ശരിയാക്കുക.